തിരുവനന്തപുരം മുതലപ്പുഴയിൽ മണൽ നീക്കം ഇരട്ടിയാക്കാൻ കരാറുകാരന് ഫിഷറീസ് വകുപ്പ് നിർദ്ദേശം. നിലവിൽ ഒരു ദിവസം നീക്കുന്നത് 2000 ക്യൂബിക് മീറ്റർ മണലാണ്. ഇത് ഇരട്ടിയാക്കണമെന്ന് ഫിഷറീസ് വകുപ്പ് നിർദ്ദേശം നൽകി. അതേസമയം വിഷയത്തിൽ പ്രതിഷേധക്കാരുമായി നാളെ ചർച്ച നടത്തുമെന്ന് മന്ത്രി സജി ചെറിയാൻ പ്രതികരിച്ചു. തിരുവനന്തപുരം മുതലപ്പുഴയിൽ മണൽ നീക്കം ഇരട്ടിയാക്കാൻ കരാറുകാരന് ഫിഷറീസ് വകുപ്പ് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. കമലേഷാണ് വിവരങ്ങൾ നൽകാനുള്ളത്. കമലേഷ്, ഈ പ്രതിസന്ധി പരിഹരിക്കുക എന്ന ആവശ്യം ശക്തമായി ഉയർന്നിട്ടുണ്ട്. അതിലുള്ള ഇടപെടലുകൾ സർക്കാർ നടത്തി വരികയാണ്. ഫിഷറീസ് വകുപ്പിന്റെ ഈ നിർദ്ദേശം അതിന്റെ ഭാഗമായിട്ടാണല്ലോ. അന്ന, തീർച്ചയായും ഈ വിഷയത്തിൽ തുടക്കം തൊട്ട് സർക്കാർ വളരെ കാര്യക്ഷമമായി തന്നെ ഇടപെടുന്നുണ്ട്. വലിയ നിലയിൽ ഈ മണൽ നീക്കം ആദ്യഘട്ടത്തിൽ തന്നെ തൊഴിലാളികളുടെ ചെറിയ പ്രതിഷേധങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. ഈ പൊഴി പൂർണ്ണമായും മണൽ വന്ന് നിറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇത് നീക്കാതെ അവർക്ക് മത്സ്യബന്ധനം സാധ്യമാകില്ല എന്നുള്ളതായിരുന്നു അവരുടെ പ്രയാസം. അത് നേരത്തെ തന്നെ അവർ സർക്കാരിനെ അറിയിക്കുകയും ചെയ്തു. അന്ന് നടത്തിയ ഒരു ചർച്ചയിൽ 3 ദിവസത്തിനകം ഈ മണൽ നീക്കം ആരംഭിക്കുന്നതിനുള്ള നടപടികൾ തുടങ്ങും എന്ന് സർക്കാർ ഉറപ്പ് നൽകുകയും ഏതാനും ദിവസം, അതായത് 1-2 ദിവസത്തിനകം തന്നെ ഈ ഡ്രഡ്ജറുകൾ അടക്കം ഇവിടെ എത്തിച്ച് മണൽ നീക്കം ആരംഭിക്കുകയും ചെയ്തു. പക്ഷേ എല്ലാ ദിവസവും ഇത്തരത്തിൽ മണൽ വന്ന് ഇവിടെ കുമിഞ്ഞുകൂടുന്ന ഒരു സാഹചര്യമുണ്ട്. അത് ഏതെങ്കിലും തരത്തിൽ സർക്കാരിന് പെട്ടെന്ന് പരിഹരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. രാവിലെ മന്ത്രിയോട് സംസാരിക്കുമ്പോഴും അദ്ദേഹം പറഞ്ഞത് മനുഷ്യസാധ്യമായതെല്ലാം മുതലപ്പുഴയിൽ സർക്കാർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇതോടൊപ്പം ഇന്നിപ്പോൾ CITUവിന്റെ നേതൃത്വത്തിലാണ് ഈ മുതലപ്പുഴയിൽ വലിയ പ്രതിഷേധം അരങ്ങേറിയത്. ഇവിടെ ഹാർബർ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിലേക്ക് പ്രവർത്തകർ മാർച്ച് നടത്തുകയും അതുപോലെ തന്നെ ഓഫീസ് ഉപരോധിക്കുകയും ചെയ്തു. വളരെ പെട്ടെന്ന് തന്നെ സർക്കാർ ഈ വിഷയത്തിൽ ഇടപെടുകയും ഇതിനൊരു പരിഹാരം ഉണ്ടാക്കുകയും ചെയ്യണമെന്ന ആവശ്യമാണ് CITUവും തൊഴിലാളികളുമെല്ലാം തന്നെ മുന്നോട്ട് വെക്കുന്നത്. ഇതിന്റെ ഭാഗമായി നാളെ മന്ത്രിയുമായി ഒരു ചർച്ച നടത്താം, അല്ലെങ്കിൽ ഈ പ്രതിഷേധക്കാരുമായി CITU തൊഴിലാളികളുമായും ഈ തീരദേശത്തെ ആളുകളുമായും ഒക്കെ ഒരു ചർച്ച നടത്താം എന്ന് മന്ത്രി സജി ചെറിയാൻ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇന്നിപ്പോൾ ഈ സമരങ്ങളെല്ലാം അവസാനിച്ചിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അന്ന സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കരാറുകാരന് കൃത്യമായ നിർദ്ദേശം ഫിഷറീസ് വകുപ്പ് നൽകി കഴിഞ്ഞിട്ടുണ്ട്. നിലവിൽ 2000 ക്യൂബിക് മീറ്റർ മണലാണ് ഇവിടെ നിന്നും മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഇരട്ടിയാക്കണമെന്ന നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത്. അതോടുകൂടി അത് 4000 ക്യൂബിക് മീറ്ററായി മാറും. അതിന്റെ സ്പീഡ് കൂട്ടാൻ വേണ്ടി തൊഴിലാളികൾക്ക് അല്ലെങ്കിൽ കരാറുകാരന് സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ മണൽ നീക്കത്തിന് കൂടുതൽ സംവിധാനങ്ങൾ ഒരുക്കാനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. കൂടുതൽ കമ്പനികൾക്ക് ഈ മണൽ നീക്കുന്നതിനുള്ള കരാർ നൽകാനുള്ള നടപടികൾ സർക്കാർ ആരംഭിച്ചു. അതോടൊപ്പം ഈ മാരിടൈം ബോർഡിന്റെ ഡ്രഡ്ജർ കൂടി ഈ മുതലപ്പുഴയിലേക്ക് എത്തിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഇപ്പോൾ ഒരുക്കുകയാണ്. അടിയന്തിരമായി ഇത്തരത്തിലുള്ള നീക്കങ്ങളെല്ലാം സർക്കാർ നടത്തുന്നുണ്ട്. നേരത്തെ തന്നെ ഇതിൽ സർക്കാർ വളരെ കമലേഷ്, ഈ മുതലപ്പുഴി ഇങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടായാൽ മണൽ അടിഞ്ഞുകൂടി കഴിഞ്ഞാൽ മത്സ്യബന്ധനത്തിന് പോകാൻ കഴിയില്ല. ആ തീരത്ത് നിന്ന് വിട്ടുപോകുന്നതിലേക്കടക്കമുള്ള നീക്കങ്ങളിലേക്ക് മത്സ്യത്തൊഴിലാളികൾ കടന്നിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ ഈ പ്രശ്നപരിഹാരം ഉണ്ടാകേണ്ടതാണ്. ഡ്രഡ്ജിംഗ് നടന്നു തുടങ്ങിയിട്ടുണ്ട്. എസ്കലേറ്റർ എത്തിച്ച് മണൽ നീക്കാനുള്ള ശ്രമങ്ങളൊക്കെ സജീവമായി നടക്കുന്നുണ്ടോ? അതെവിടെ വരെ എത്തി? അന്ന, തീർച്ചയായും ഈ പ്രശ്നം ആരംഭിച്ച അതോടുകൂടി, അതായത് കഴിഞ്ഞ മാസം 29 ഇവിടെ ഈ ഡ്രഡ്ജർ അതുപോലെ തന്നെ 2 എക്സ്കവേറ്ററുകൾ, ഈ മണൽ അവിടെ നിന്ന് ഈ കോരിയെടുക്കുന്ന മണൽ മാറ്റുന്നതിനാവശ്യമായ 2 എക്സ്കവേറ്ററുകൾ, ഒരു ഈ ക്രെയിൻ അടക്കമുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. ആ നിലയിൽ തന്നെ ഈ മണൽ നീക്കം നടക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ വലിയ തോതിൽ മണൽ വന്ന് അടിഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് കടലിന്റെ ഒരു പ്രതിഭാസമാണ്. അത് ഏതെങ്കിലും തരത്തിൽ അതിന് തടഞ്ഞു നിർത്താൻ കഴിയില്ല. അത്തരത്തിൽ മണൽ വീഴുമ്പോൾ അത് വളരെ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് നീക്കുക എന്ന ഒരു സർക്കാരിന് ചെയ്യാനുള്ളത് എന്നതാണ്. അത് ഏതായാലും ചെയ്യുന്നുണ്ട്. പക്ഷേ അതിന്റെ വേഗം കൂട്ടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മണൽ നീക്കുന്തോറും അവിടെ മണൽ വന്ന് അടിയുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്നിപ്പോൾ ഈ നിലവിൽ നീക്കുന്ന മണലിന്റെ അളവിൽ അത് ഇരട്ടിയാക്കണം. ഓരോ ദിവസവും എടുക്കുന്ന മണലിന്റെ അളവ് ഇരട്ടിയാക്കണമെന്ന നിർദ്ദേശം കൂടി കരാറുകാരന് നൽകിയിട്ടുള്ളത്. കഴിഞ്ഞ മാസം 28 കൂടിയാണ് ഇവിടെ ഈ ഡ്രഡ്ജർ അടക്കം എത്തിച്ചിട്ടുള്ളത്. അതിന്റെ ട്രയൽ റൺ വിജയകരമായി അന്ന് പൂർത്തിയാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ തൊട്ടടുത്ത ദിവസം തന്നെ സാധാരണഗതിയിൽ ഈ ഡ്രഡ്ജറുകൾ ഇതിന്റെ ഉപകരണങ്ങളൊക്കെ പല ഘട്ടങ്ങളായി എത്തിക്കുകയും അവ കൂട്ടിയോജിപ്പിച്ചൊക്കെയാണ് ഈ പ്രവർത്തനം ആരംഭിക്കാറ്. പക്ഷേ നിലവിൽ ഇവിടുത്തെ ഒരു അടിയന്തര സാഹചര്യം മനസ്സിലാക്കി ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഈ ഡ്രഡ്ജർ പൂർണ്ണ തോതിൽ പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന നിലയിൽ സജ്ജമാക്കുകയും തൊട്ടടുത്ത ദിവസം 29-ാം തീയതി തന്നെ ഈ ഡ്രഡ്ജിംഗ് ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ നിലയിൽ വളരെ വലിയ നിലയിൽ തന്നെ സർക്കാർ ഈ വിഷയത്തിൽ ഇടപെടുന്നുണ്ട്. തുടർന്നും ആ ഇടപെടൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് മന്ത്രി വ്യക്തമാക്കുന്നത്. തൊഴിലാളികളും CITUവും അടക്കം അത്തരത്തിലൊരു ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. സർക്കാർ ഇടപെടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് അവർ പറയുന്നു. പക്ഷേ മത്സ്യത്തൊഴിലാളികളുടെ പ്രയാസം കാണാതിരിക്കാനാവില്ല. അത് അവർക്ക്
ഉപജീവനം പോലും നടത്താൻ കഴിയാത്ത നിലയിലേക്ക് അവരുടെ കാര്യങ്ങൾ മാറിപ്പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ CITU അടക്കം വളരെ സജീവമായി ഇടപെടുന്നതും എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഏതായാലും വളരെ പോസിറ്റീവായി തന്നെയാണ് സർക്കാരും ഈ വിഷയത്തോട് തുടക്കം തൊട്ട് ഇടപെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നാളെ മന്ത്രിതല ചർച്ച ഇതുമായി ബന്ധപ്പെട്ട് നടക്കും. ഇതിന്റെ ഭാഗമായി മറ്റു കാര്യങ്ങളിലേക്ക് സർക്കാർ കടക്കുകയാണ്. ശരി. പൊഴിമുഖത്തെ പ്രവേശന ഭാഗത്തെ കടലിന്റെ ഭാഗം മണൽ മൂടിയതോടുകൂടിയാണ് മത്സ്യത്തൊഴിലാളികൾ ദുരിതത്തിൽ ആയിരിക്കുന്നത്. മണൽ നീക്കം ഇരട്ടിയാക്കാൻ കരാറുകാരന് ഫിഷറീസ് വകുപ്പ് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. മത്സ്യത്തൊഴിലാളികളുമായി ഉടൻ ചർച്ച നടത്താനാണ് സർക്കാർ തീരുമാനം. കമലേഷാണ് വിവരങ്ങൾ നൽകിയത്.